അന്നേരം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എന്ന് വെച്ചാൽ നമ്മളൊരു ഡ്രോയിങ് സ്റ്റാൻഡാണ്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതും അതൊക്കെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഡ്രോയിങ് സ്റ്റാൻഡിൻ്റെ ആ ഒരു തുറക്കുന്ന കവറ് വരെ നല്ലൊരു ക്വാളിറ്റിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അന്നേരം നല്ലൊരു മറ്റേ ക്വാളിറ്റിയാണ് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്. നല്ല ആ ഒരു അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അന്നേരം ഇത് നല്ല ആ ഒരു ലോക്കിംഗ് ആയാലും ലോക്ക് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എടുക്കുമ്പോഴായാലും നല്ല ആ ഒരു ഇത് കിട്ടുന്നുണ്ട് നമുക്ക്. ആ ഒരു ലോക്കിനും കാര്യങ്ങൾക്കും നല്ലൊരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഗുഡ് ഫിനിഷിങ്ങിൻ്റെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് എന്തായാലും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്, ഉറപ്പാണ്. അന്നേരം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് നോക്കുക, ആ ഒരു വള്ളിയും കാര്യങ്ങളും ആയാലും നമുക്ക് ആ ഒരു സ്ട്രാപ്പ് അതിനകത്ത് തന്നിരിക്കുന്നത് നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ളൊരു നമ്മൾ പണിയിപ്പിക്കുന്ന ആ ഒരു സ്റ്റാൻഡിനെക്കാട്ടി ഇതിനോട് നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മേടിക്കുന്നതായിരിക്കും ഇതിനോട് നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കൊന്ന് പോകണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പുറത്തോട്ട് കൊണ്ടുപോയോ പുറത്ത് എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥമായിട്ട് പോയി ഇരിക്കണമെങ്കിലോ അവിടെയൊക്കെ പോയി കൊണ്ടുപോയി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ആ സ്റ്റാൻഡിൻ്റെ ആ ഒരു സ്ട്രാപ്പും കാര്യങ്ങളും എല്ലാം നല്ലൊരു ഇതാണ്. നമ്മൾ ഈ ഒരു ബോർഡ് ഇതിനകത്ത് വെച്ചാൽ നമുക്കത് നല്ല അനങ്ങാത്ത രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റാൻഡിനെ പിടിച്ച് നിർത്തുന്ന ആ ഒരു ബോർഡിനെ പിടിച്ച് നിർത്തുന്ന എല്ലാം അത് അനങ്ങാതിരിക്കാൻ 2 ലോക്കാണ് നമുക്ക് മുകളിലും തറയിലും തന്നു നിൽക്കുന്നത്. അത് നല്ലൊരു ഇതാണ്. നമ്മളിതുണ്ടാവും നമ്മൾ ചെയ്യുന്ന വർക്ക് അതുപോലെ അതിനകത്ത് തന്നെ ഇരുന്നോളും. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതുപോലെ പിടിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അന്നേരം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം. അതായത് നമ്മളൊരു കസേര ഇരുന്നുകൊണ്ടായാലും നമുക്ക് ഏറ്റവും ചെറുതാക്കി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഏത് രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഇരുന്നുകൊണ്ടോ നമുക്ക് തറയിൽ ഇരുന്നുകൊണ്ടോ ഏത് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം. അന്നേരം ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് നിന്നുകൊണ്ട് മാത്രമല്ല ഇരുന്നുകൊണ്ടായാലും നമുക്ക് ഉപയോഗിക്കാം. അതും തറയിലാവട്ടെ ഏത് കസേരയിലാവട്ടെ നമുക്കത് ആ ഒരു രീതിക്ക് ചരിച്ചും നല്ല രീതിയിൽ സ്ലൈഡ് ആവുന്നുണ്ട്. നമ്മൾ ബാക്കിലത്തെ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ ഏറ്റവും ബാക്കിലോട്ട് വയ്ക്കുന്നതനുസരിച്ച് അത് നല്ല രീതിയിൽ ഒരു സ്ലൈഡിലോട്ട് വരുന്നുണ്ട്. അന്നേരം നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് തറയിലിരുന്ന് നല്ല രീതിയിലായാലും നമുക്ക് വർക്ക് ചെയ്യാം. നമ്മൾ ഈ വാട്ടർ കളർ ആയാലും പെൻസിൽ ഡ്രോയിങ് ആയാലും നമുക്ക് ഇതിനകത്ത് വെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാട്ടർ കളർ ആയിരിക്കും ഇതിനോട് ബെറ്റർ ഇതിനകത്തിരുന്ന് ചെയ്യാൻ. അത് നമുക്കിത് ഇതുപോലൊക്കെ ഇരുന്ന് നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് വരയ്ക്കുന്ന ഒരാൾക്ക് വാട്ടർ കളറും അക്രിലിക്കും ഓയിൽ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു പ്രൊഡക്റ്റാണ്. അന്നേരം എല്ലാവർക്കും നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം ഞാനത് ക്ലിയർ ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അന്നേരം ഇതുവരെ എൻ്റെ മറ്റേ ഒന്നാമത്തെ അൺബോക്സിങ് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക. അത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് വരയ്ക്കുന്നവർക്ക് നല്ല ബാക്കിയുള്ളവരാക്കും. നമുക്ക് ഒരു നോർമൽ യൂസേഴ്സിനെല്ലാം ഫോൺ ഉപയോഗിക്കുന്ന സിനിമ കാണുന്നവർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും പറ്റുന്നൊരു ട്രൈപോഡിനെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അന്നേരം ആ വീഡിയോയും കൂടി കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇതുപോലെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ എത്തിപ്പെടുന്നതായിരിക്കും. അന്നേരം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.